ഗ്രാഫിക്സിലെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് യൂസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി നോക്കും. ആൻഡ് അവരെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അവരെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അങ്ങനെ നോക്കും. ആൻഡ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലൈക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം, പിന്നെ കുറച്ച് വാല്യൂസ് കാണാതെ പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിട്ട് ലൈക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാം. ഓക്കെ, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കും വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു പാറ്റേൺ കൂടെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡ്രോയിങ് ബോർഡ്. ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡ് ആണ് ആദ്യത്തെ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ബോർഡ് ലൈക്ക് ആദ്യം നമ്മൾ ഡ്രോയിങ് ബോർഡിൽ നമ്മൾ ലൈക്ക് ഇവിടെ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് മാത്രം ലൈക്ക് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഡ്രോയിങ് ബോർഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് വുഡ് കൊണ്ട് ആണ് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ മെയിനായിട്ട് ഏതൊക്കെ വുഡാണെന്ന് ചോദിക്കും. അപ്പോൾ ലൈക്ക് ഇങ്ങനെ FLOP ഫ്ലോപ്പ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. എഫ് എന്ന് പറഞ്ഞാൽ ഫെറ്, L ലിയോണിയം, O ഓക്ക്, P പൈൻ. ഓക്കെ, ഇതിൽ ഓക്ക് എന്ന് പറയുന്നത് ഹാർഡ് വുഡാണ്, പക്ഷെ നമ്മൾ ലൈക്ക് അത് വെച്ചും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫെറ്, ലിയോണിയം, ഓക്ക് ആൻഡ് പൈൻ ലൈക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സോഫ്റ്റ് വുഡ് കൊണ്ടാണ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 മുതൽ 6 വരെ 4 to 6 നമ്പർ ഓഫ് നാരോ സ്ട്രിപ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാൻ. ഓക്കെ, 4 to 6 നാരോ സ്ട്രിപ്സ് ആണ് എടുക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് ഇവിടെ ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യും. ബാറ്റൺസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു റെസിസ്റ്റ് വാർപ്പിംഗ്. വാർപ്പിംഗ് റെസിസ്റ്റ് ചെയ്യാനാണ് ബാറ്റൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മൾ ബാറ്റൺസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വാർപ്പിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ബാറ്റൺസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജ്, വെരി ഇമ്പോർട്ടൻറ്റ്. വർക്കിംഗ് എഡ്ജ് ഓഫ് എ ഡ്രോയിങ് ബോർഡ്, അതാണ് എബണീസ് വർക്കിംഗ് എഡ്ജ്. വെരി ഇമ്പോർട്ടൻറ്റ്. വർക്കിംഗ് എഡ്ജ്, നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജിനെ നമ്മൾ എബണീസ് വർക്കിംഗ് എഡ്ജ് എന്നാണ് പറയുന്നത്. ആൻഡ് എബണീസ് വർക്കിംഗ് എഡ്ജ് എന്തിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഗൈഡ് ടി സ്ക്വയറിനെ ലൈക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എബണീസ് വർക്കിംഗ് എഡ്ജ് കൊടുക്കുന്നത്. ടി സ്ക്വയറിനെ നമ്മൾ ലൈക്ക് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് ബോർഡെങ്കിൽ ഇവിടെ ദിസ് ഇസ് എബണീസ് വർക്കിംഗ് എഡ്ജ്. അപ്പോൾ ഇവിടെയാണ് എബണീസ് വർക്കിംഗ് എഡ്ജ് എങ്കിൽ നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഈ ടി സ്ക്വയറിനെ ലൈക്ക് ഗൈഡ് ചെയ്യാനാണ്. മനസ്സിലായോ? ടി സ്ക്വയറിനെ ഗൈഡ് ചെയ്യാനാണ് നമ്മൾ എബണീസ് വർക്കിംഗ് എഡ്ജ് കൊടുക്കുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ലോപ്പ്, ഡ്രോയിങ് ബോർഡിൻ്റെ സ്ലോപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് 1/8 അല്ലെങ്കിൽ 20 ഡിഗ്രി എന്ന് നമ്മൾ പറയാനുണ്ട്. 1/8 അല്ലെങ്കിൽ 20 ഡിഗ്രി ആണ് ലൈക്ക് ഡ്രോയിങ് ബോർഡിൻ്റെ സ്ലോപ്പ്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ജോയിൻ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ജോയിൻ്റ് യൂസ്ഡ് ഏതാ? ടങ് ആൻഡ് ഗ്രോ ജോയിൻ്റ് ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. TONGU, ടങ് ആൻഡ് ഗ്രൂ ടൈപ്പ് ജോയിൻ്റ് ആണ് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ്. ആൻഡ് ലൈക്ക് അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ് ബോർഡിന് D ഉണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം D അല്ലെങ്കിൽ B വെച്ചിട്ടാണ് നമ്മൾ ലൈക്ക് ഡ്രോയിങ് ബോർഡിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസാണ് നമ്മളിനി ലൈക്ക് മെയിനായിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ലൈക്ക് ഡ്രോയിങ് ബോർഡ് D0 ഉണ്ട്, D1 ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്. ഇതിൻ്റെ സൈസിന് MM ആണ് കേട്ടോ. സൈസിന് MM, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്, റേഷ്യോ ആണ്. അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ D0 ആണെങ്കിൽ 1500 ഇൻറ്റു 1000 ഇൻറ്റു 25. D1 ആണെങ്കിൽ 1000 ഇൻറ്റു 700 ഇൻറ്റു 25. D2 ആണെങ്കിൽ 700 ഇൻറ്റു 500 ഇൻറ്റു 15. D3 ആണെങ്കിൽ 500 ഇൻറ്റു 350 ഇൻറ്റു 50. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ കാണാതെ പഠിക്കണം. ആൻഡ് ഇത് നമുക്ക് ഓർത്തിരിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. അതായത് നമുക്കെന്നെ നോക്കി ലൈക്ക് ആദ്യം നിങ്ങൾ ഈ ഓർഡർ പഠിക്കണം. D0, D1, D2, D3 ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ എന്നിട്ട് ലൈക്ക് ലാസ്റ്റത്തെ വാല്യൂ കാണാതെ പഠിക്കണം. 500 ഇൻറ്റു 350 ഇൻറ്റു 15 ആണ് D3യുടെ. ആൻഡ് അതുപോലെ തന്നെ 25, 25, 15, 15 ഇതും നിങ്ങൾ മറക്കാതെ പഠിച്ച് വയ്ക്കാം. അപ്പോൾ ഇനി നിങ്ങളിവിടെ നോക്കിയേ,
ഈ 500 തന്നെയാണല്ലോ ഇത് ഇങ്ങോട്ട് പോയിരിക്കുന്നത്. അതുപോലെ 350 ഇരട്ടിയാണല്ലോ 700. 350 ട്വൈസ് ആണ് 700. ഇനി നോക്കിയേ, അപ്പോൾ നമുക്ക് 700 515 കിട്ടി. ഇനി 700 തന്നെ ഇത് മേലോട്ട് പോവുക, 500ൻ്റെ ഇരട്ടി എടുക്കുക, 1000 മേലോട്ട് പോകുന്നു, 700ൻ്റെ ഇരട്ടി. 700ൻ്റെ ഇരട്ടി 1400 ആണ്. നിങ്ങളിത് 1500 ആണ്. ഇതുകൂടെ നിങ്ങൾ ലൈക്ക് പഠിച്ച് വെക്കുക. അപ്പം നിങ്ങൾ ലാസ്റ്റത്തെ വാല്യൂ ഈ ഫസ്റ്റത്തെ ഈ ഒരു വാല്യൂ ലൈക്ക് ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ലൈക്ക് ഇങ്ങനെ നമുക്കിത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രോയിങ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഡ്രോയിങ് ബോർഡ് ഏത് ഷീറ്റ് സൈസും ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ പറയാം. ഓക്കെ, D0 ആണെങ്കിൽ A0 ഷീറ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. D1 A1, D2 A2, D3 A3 ലൈക്ക് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രോയിങ് ബോർഡിനെ പറ്റി പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് T-square. സെക്കൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് T-square. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഡ്രോയിങ് ബോർഡിൻ്റെ IS കോഡ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഈസ് IS 1444:1989. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് T-square ആണ്. T-squareൻ്റെ IS കോഡ് അറിഞ്ഞിരിക്കണം. IS കോഡ് 1360:1989. 1360:1989 ആണ്. ഇവിടെ നമുക്കൊരു T-square എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും അല്ലേ? ദിസ് ഇസ് എ T-square. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു പാർട്ടിനെ സ്റ്റോക്ക് എന്നും ഈ ഒരു പാർട്ടിനെ ബ്ലേഡ് എന്നും പറയും. ഇതൊരു 90 ഡിഗ്രി ആയിരിക്കും. ഇത് സ്റ്റോക്കും ഇത് ബ്ലേഡും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ ലൈക്ക് T-square വെക്കുന്ന ഇങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ പറഞ്ഞു എബണീസ് വർക്കിംഗ് എഡ്ജിൽ നമ്മൾ T-squareനെ ഗൈഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഇതെന്താണ് ബ്ലേഡ്, ഇതെന്താണ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ പറയും ഹൊറിസോണ്ടൽ പോർഷനെ ബ്ലേഡ് എന്നും പറയും, അതുപോലെ വെർട്ടിക്കൽ പോർഷനെ നമ്മൾ സ്റ്റോക്ക് എന്നും പറയും. ലൈക്ക് ഇതിന് വിത്ത് റെസ്പെക്ട് ഇതല്ല, നമ്മൾ ഇങ്ങനെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് കൺസിഡർ ചെയ്യാൻ. ലൈക്ക് നമ്മളിങ്ങനെ ഇത് ലൈക്ക് ഇപ്പോൾ ഇതാണ് നമ്മുടെ എബണീസ് വർക്കിംഗ് എഡ്ജിന് നമ്മൾ ഇങ്ങനെയാണല്ലോ T-squareനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ഈ ഹൊറിസോണ്ടൽ ലൈക്ക് ഈ വെർട്ടിക്കൽ പോർഷനെ സ്റ്റോക്ക് എന്നും ഹൊറിസോണ്ടൽ പോർഷനെ ബ്ലേഡ് എന്നും പറയും. ഓക്കെ, നമ്മളിനി എന്തിനാണ് T-square യൂസ് ചെയ്യുന്നത്? ഒരുപാട് ക്വസ്റ്റ്യൻ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. യൂസ് ഓഫ് T-square. ഹൊറിസോണ്ടൽ ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനാണ് നമ്മൾ T-square യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ലൈക്ക് ഇങ്ങനെ വെച്ചിട്ട് ലൈക്ക് നമ്മൾ വിത്ത് റെസ്പെക്ട് ഇതിന് ഇങ്ങനെ ലൈക്ക് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനാണ് നമ്മൾ T-square യൂസ് ചെയ്യുന്നത്. ഇനി T-squareനെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് പറയും, ചോദിക്കാറുണ്ട്. T-square ഇസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് ബ്ലേഡ് ലെങ്ത്. ബ്ലേഡിൻ്റെ നമ്മുടെ ബ്ലേഡ് ബ്ലേഡ് ഇതാണല്ലോ, ബ്ലേഡിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ T-squareനെ ഡെസിഗ്നേറ്റ് ചെയ്യാറുള്ളത്. ഇനി ബ്ലേഡ് ലെങ്ത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബ്ലേഡ് ലെങ്ത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. T-squareൻ്റെ സൈസാണ് ബ്ലേഡിൻ്റെ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. വർക്കിംഗ് എഡ്ജ് വന്നിട്ട് ബിവൽഡ് ആണ്. വർക്കിംഗ് എഡ്ജ് ബിവൽഡ് ആണ്. അതിവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ വേറൊന്നും പറഞ്ഞില്ല. വെർട്ടിക്കൽ പോർഷൻ സ്റ്റോക്ക് എന്നും ഹൊറിസോണ്ടൽ പോർഷനെ ബ്ലേഡ് എന്നും പറയും. നമ്മൾ ഈ ലൈക്ക് T-square യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനാണ്. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ T-squareനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് നമ്മൾ ബ്ലേഡിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ്. പിന്നെ ബ്ലേഡിൻ്റെ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ T-squareൻ്റെ സൈസാണ്. അതായത് ബ്ലേഡിൻ്റെ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ബ്ലേഡിൻ്റെ ലെങ്താണ് T-squareൻ്റെ സൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ T-square ബ്ലേഡിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് അതിൻ്റെ കറസ്പോണ്ടിങ് T-squareൻ്റെ സൈസും ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് നമ്മൾ പഠിച്ചു. D0, D1, D2, D3. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള T-squareൻ്റെ സൈസാണ് പറയാൻ പോകുന്നത്. T-squareൻ്റെ സൈസ് അതിൽ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രോയിങ് ഇത് ലൈക്ക് ഡ്രോയിങ് ബോർഡിൻ്റെ ഇത് ലൈക്ക് T-square ഇപ്പോൾ D0 ആണെങ്കിൽ നമ്മൾ T0 ആണ് ലൈക്ക് T-square യൂസ് ചെയ്യുന്നത്. D1 ആണെങ്കിൽ T1, D2 ആണെങ്കിൽ T2, D3 ആണെങ്കിൽ T3. ഓക്കെ, ഇനി സൈസ് ഓഫ് T-square ഇൻ mm ആണ് കേട്ടോ. T0 1500 പ്ലസ് ഓർ മൈനസ് 10 mm. T1ൻ്റെ 1000 പ്ലസ് ഓർ മൈനസ് 10 mm. T2ൻ്റെ 700 പ്ലസ് ഓർ മൈനസ് 5 mm. T3യുടെ 500 പ്ലസ് ഓർ മൈനസ് 5 mm.
ലൈക്ക് ഇത് നമുക്ക് ലൈക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം, ഈ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. അതായത് നിങ്ങൾ നോക്കിയേ D0 ലൈക്ക് ടി സ്ക്വയർ T0 തന്നെയാണ്. D0ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള T2ൻ്റെ സൈസ് ലൈക്ക് നോക്കിയേ ഇവിടെ 1500. അപ്പോൾ ഈ 1500 ആണ് ലൈക്ക് ഇവിടെ വന്നേക്കുന്നത്. ഈ 1500 ± 10 mm ആണ് T2ൻ്റെ സൈസ്. അപ്പോൾ D1 ആകുമ്പോൾ 1000 ± 10 mm ആണ്. 700 ± 5 mm, 500 ± 5 mm. മനസ്സിലായോ? 25 വരുന്നിടത്ത് 10ഉം 15 വരുന്നിടത്ത് 5ഉം. അങ്ങനെ ലൈക്ക് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് ലൈക്ക് T2ൻ്റെ കേസിൽ പറയുന്ന കാര്യങ്ങൾ.